പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 5th സെമസ്റ്ററിലെ കോർ പേപ്പർ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ ഈ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യന്റെ പ്രഡിക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ആബിദ് റോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യം നമ്മൾ തിയറി ക്വസ്റ്റ്യനും പിന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാം. ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന പേരിലും വരാം. ടൈപ്സ് ഓഫ് എക്കണോമിക് ഫംഗ്ഷൻ സാധ്യത വളരെ കുറവാണ്. സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിൽ ടൈപ്സ് ആയിരിക്കും വരിക. പിന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട തിയറി ക്വസ്റ്റ്യൻ, സിഗ്നിഫിക്കൻസ് ഓഫ് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയറിന്റെ സിഗ്നിഫിക്കൻസ്, എക്കണോമിക് ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിന്റെ എക്കണോമിക് ആപ്ലിക്കേഷൻ, ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് മെത്തേഡ്, അതിന്റെ യൂസസ്, മറ്റു കാര്യങ്ങൾ, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ഒന്നാണ്. ഈ 4 ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യനുകളാണ്. അതേപോലെ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇനി അടുത്തത് മാർജിനൽ കോൺസെപ്റ്റ്. ചിലപ്പോൾ മാർജിനൽ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു തിയറി ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ACMC, അതിൽ തന്നെ ACMC തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ AR ഉം MR, അത് പെർഫെക്റ്റ് കോമ്പിനേഷൻ, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. APMP, MRS, MRTs ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, പെർഫെക്റ്റ് കോമ്പിനേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അത് പൊതുവെ വരാറുണ്ട്. ഇതിന്റെ കൂടെ തിയറിയും കൂടി പ്രോബ്ലം കൂടി കൂടിയിട്ടാണ് ചില ക്വസ്റ്റ്യനുകളൊക്കെ ഉള്ളത്. മൊണോപ്പൊളി ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഓർ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനി ഇതിന്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ്. LPP മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. മാർജിനൽ കോൺസെപ്റ്റ് MC കാണുക, അതിന്റെ മിനിമം MC, അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് കാണുക, അതിന്റെ മാക്സിമം, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ പ്രോഫിറ്റ് കാണുക, അതിന്റെ മാക്സിമം, ഇതൊക്കെയാണ് മാർജിനൽ കോൺസെപ്റ്റ്. ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ മോണോപ്പൊളി. ഇവിടെ മോണോപ്പൊളിയാണ് വരേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. വളരെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.